ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ മാ റമളാനു യാ റസൂലല്ലാഹ്, എന്താണ് റമളാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ റമളാൻ കൊണ്ടുദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ച് തരുമോ നബിയേ എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ അവിടെ അല്ലാഹുവിന്റെ റസൂൽ മഹദി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ ദുനൂബൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പാപങ്ങളുണ്ടല്ലോ, അവരുടെ ദോഷങ്ങളുണ്ടല്ലോ, അവരുടെ തിന്മകളുണ്ടല്ലോ, അത് സർവ്വതും പൊറുക്കുകയാണ്, പൊറുക്കപ്പെടുകയാണ്. വഗഫറ ലഹും, അവരുടെ ദോഷങ്ങളതാ അല്ലാഹു പൊറുക്കുകയും ചെയ്യുന്ന മാസമാണ് പരിശുദ്ധമായ റമളാൻ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നീ ജീവിതത്തിൽ തെറ്റ് ചെയ്തു നടന്നവനാവാ, നീ കണ്ണുകൊണ്ട് ഹറാമിന്റെ തലങ്ങളിലേക്ക് നീ നോക്കിയവനാവാ, നീ നിന്റെ കൈകാലുകൾ കൊണ്ട് മോശമായ തലങ്ങളിലേക്ക് നീ കൊണ്ടെത്തിച്ചവനാവാ, നിന്റെ നാവ് കൊണ്ട് മോശമായ രീതിയിൽ മറ്റുള്ളവനെ കുറ്റപ്പെടുത്തിയവനാവാ, അവന്റെ ഇസ്സത്തിന് അവന്റെ അഭിമാനത്തിന് കേടുവരുന്നതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നീ കാഴ്ചവെച്ചവനാവാ. ബാബു നജാത്തിന്റെ കുടുംബാദികളെ, സഹോദര സഹോദരിമാരെ പഠിച്ചു വെക്കണേ, അറിഞ്ഞു വെക്കണേ. റമളാനിന്റെ പൗരുഷയെ നഷ്ടപ്പെടുത്തുന്നതായ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ തൊട്ട് അതിൽ നിന്നും നീ മാറി നിൽക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.